അപ്പോൾ സ്നേഹമുള്ളവർ, വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇന്ന് മറ്റൊന്നുമല്ല കേട്ടോ, ഞാൻ കണ്ട ഒരു വീഡിയോയെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുക. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഈ മനുഷ്യർ ഈ വീഡിയോ കാണൽ മാത്രമാണോ പണി? അങ്ങനെയല്ല. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് മുമ്പിലൂടെ കടന്നു പോകുന്ന ഓരോ വീഡിയോസിലും എന്തെങ്കിലുമൊക്കെ ഒരു സന്ദേശം ഉണ്ടെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ ഒരു സന്ദേശം ഉൾക്കൊണ്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു പെൺകുട്ടി കടന്നു വരുന്ന ഒരു രംഗമാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാവരും തന്നെ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ പെൺകുട്ടി എന്തൊക്കെയോ പറയുന്നുണ്ട്, അതിൻ്റെ ഇടയിലൂടെ നടക്കുന്നുണ്ട്. എന്നാൽ ആരും തന്നെ ഈ പെൺകുട്ടിയെ ശ്രദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം എല്ലാവരുടെയും ശ്രദ്ധ ആ ഒരു മൊബൈൽ ഫോണിലേക്ക് മാത്രമായിട്ട് പോകും. Welcome to today's society. Look at all these people on their phones. They don't even know them. Nobody notices. This is your sign. Do what's embarrassing. Nobody cares. Follow your dreams. Your heart. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോ നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും പറയാറുള്ള ഒരു കാര്യം തന്നെയാണ്, അഡിക്ഷനെ കുറിച്ച് തന്നെയാണ്, അല്ലേ? പക്ഷേ എത്രമാത്രം അപകടകരമായ ഒന്നിലേക്കാണ് നാം പോലും അറിയാതെ ആയി പോകുന്നത് എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ആ പെൺകുട്ടി അവരുടെ ഇടയിലൂടെ തുള്ളിച്ചാടി നടക്കുമ്പോൾ അവൾ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് അതിലെ ചുറ്റി കറങ്ങുമ്പോൾ ആരും അതിലേക്കൊന്നും ശ്രദ്ധിക്കാതെ മുഴുവനും ആ ഒരു മൊബൈൽ ഫോണിലേക്ക് മാറിപ്പോകുന്നു. ഇന്ന് ഏതൊരു ഭവനത്തിൽ ചെന്ന് കഴിഞ്ഞാലും കാണുന്നൊരു കാഴ്ച തന്നെയാണ്. ഊട്ടുമുറിയിൽ ചെല്ലുകയാണെങ്കിൽ ഒഴുമേശ എല്ലാവരും തന്നെ മൊബൈൽ ഫോണും പിടിച്ച്. പണ്ടൊക്കെ ഊട്ടുമുറിയിൽ ഒത്തിരിയേറെ സംസാരങ്ങളുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒത്തിരിയേറെ നല്ല കഥകൾ പറഞ്ഞ് അന്നത്തെ അനുഭവങ്ങൾ പങ്കുവച്ച് വളരെ സന്തോഷത്തോടെ കഥകളൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ആരെക്കുറിച്ചെങ്കിലും കുറ്റങ്ങളായാലും പറഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ സമയം സംസാരിച്ചൊക്കെ ഇരിക്കുകയാണ്. പക്ഷേ ഇന്ന് ആ സംസാരം നമ്മിൽ നിന്ന് ഇല്ലാതായി എന്നുള്ളതാണ് സത്യം. പക്ഷേ പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് കണ്ട ഒരു വീഡിയോയിലുണ്ട്. ഏതോ ചൈനയിലെ ആണോ ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ ആളുകൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു ബോർഡുണ്ട്. മൊബൈൽ ഫോൺ ഇതിൽ വച്ചതിന് ശേഷം ആ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങൾ ഇതെടുക്കുകയാണെങ്കിൽ 50% ഓഫ്. നിങ്ങൾ കഴിക്കുന്ന ഏത് ഫുഡാണെങ്കിലും കുഴപ്പമില്ല, മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ നിങ്ങൾ ഈ കാണുന്ന ബോക്സിൽ ആ മൊബൈൽ ഫോൺ നിക്ഷേപിച്ച് നിങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ സമയത്തിനും, ഇപ്പോൾ 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ്, 20 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ ഒരുമിച്ച് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തികളോടൊപ്പമായിരുന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്ന വമ്പൻ ഓഫറാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നാൽ തന്നെ 50% ഓഫ് ഉണ്ടെങ്കിൽ പിന്നീടുള്ള ഓരോ മണിക്കൂർ നിങ്ങൾ ചിലവഴിക്കുമ്പോൾ അതനുസരിച്ച് നിങ്ങളുടെ ആ തുക കൊടുക്കേണ്ടത് കുറഞ്ഞു വരികയാണ്. 100 രൂപ കൊടുക്കേണ്ടത് ചിലപ്പോൾ ഒന്നും കൊടുക്കാതെ ഫ്രീ ആയിട്ട് ഭക്ഷണം കഴിച്ചിറങ്ങി പോകുന്ന ഒരവസ്ഥയിലേക്ക് പോലും എത്താനുള്ള സാധ്യതകൾ ആ റെസ്റ്റോറൻറ്റ് അവരുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. പക്ഷേ അതും നൽകുന്ന ഒരു സന്ദേശം വളരെ വലുതാണ്. കാരണം അവിടെയും ഈ ഒരു അപകടം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവർ അതുപോലെ ഒരു ഓഫർ വയ്ക്കുക. കാരണം ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കുഞ്ഞുകുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കണമെങ്കിൽ പോലും ആ മൊബൈൽ ഫോൺ കയ്യിലേക്ക് വെച്ച് അതിലൊരു കാർട്ടൂൺ പ്ലേ ചെയ്തില്ലെങ്കിൽ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളും ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണോ? മൊബൈൽ ഫോൺ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരു 32 വയസ്സൊക്കെയുള്ള ഒരു വ്യക്തി ഒരിക്കൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ 2-3 മാസം ആ വ്യക്തി അവിടെ ഉണ്ടാകുന്നപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചില്ല. അവൻ്റെ മൊബൈൽ ഫോൺ ഉണ്ട്, പക്ഷേ ആ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അവൻ തയ്യാറായില്ല. 3 മാസം മൊബൈൽ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? അതിലൂടെ എനിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാൻ സാധിക്കുക, എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നെല്ലാം അറിയാൻ വേണ്ടി 3 മാസം മൊബൈൽ ഉപയോഗിക്കില്ല എന്ന തീരുമാനമെടുത്ത് ചെയ്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. മുമ്പ് അവിടെ കാര്യസ്ഭവനിൽ ഒത്തിരിയേറെ സാക്ഷ്യങ്ങളൊക്കെ പറയുവാൻ പോയിക്കൊണ്ടിരുന്നൊരു യൂത്താണത്. ആളുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എറണാകുളത്തുള്ള ആ വ്യക്തി ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുക. കാരണം കാര്യസ്ഭവനുമായി ബന്ധപ്പെട്ട് ഉള്ള ആളുകളാണ് ഈ വീഡിയോ കൂടുതലായിട്ട് കാണുന്നത് എന്ന് എനിക്കറിയാം. അപ്പോൾ ആ വ്യക്തികളും കണ്ടിട്ടുണ്ടാകും. പക്ഷേ പല ധ്യാനങ്ങളിലും ആൾ തൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഓർക്കുക, നമ്മൾ മൊബൈൽ ഫോണിന് അടിമകളായി മാറി നമ്മുടെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീട്ടാതിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ
ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളോട് കൂടുതൽ സംസാരിക്കുക. ഒരുപക്ഷെ നമ്മുടെ സംസാരം കൊതിക്കുന്നവരായിരിക്കാം നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ. പക്ഷേ അതിനൊന്നും സമയമില്ലാതെ മുഴുവൻ സമയം മൊബൈൽ ഫോണുമായിട്ട് കറങ്ങി നടക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഒത്തിരിയേറെ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും അടുത്ത തവണ പറയാൻ പറ്റിയൊരു സന്ദേശം കിട്ടുമോ എന്ന ഒരു രീതിയിലാണ്. ആ ഒരു സെർച്ചിങ് മെൻറ്റാലിറ്റിയോട് കൂടിയാണ് ഞാനിപ്പോൾ ഏത് വീഡിയോ കണ്ടാലും ആദ്യം നോക്കുക, ഇത് എനിക്ക് പറ്റിയ ഒന്നാണോ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു വീഡിയോയാണോ ഇത് എന്ന് ഞാനിപ്പോഴും വിലയിരുത്താറുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഇടയിലും അത് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ആളുകൾ അടുത്തുള്ളപ്പോൾ ഈ മൊബൈൽ ഫോണിലേക്ക് ഇരിക്കാതെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മുമ്പ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ? അതിൽ കണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലേ? നിങ്ങൾ റെസ്റ്റോറൻറ്റിൽ ചായ കുടിക്കാൻ പോകുമ്പോൾ മൊബൈൽ ഫോൺ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാതെ നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനുള്ളൊരു സമയമാണ്. സംസാരിക്കാൻ വിനിയോഗിക്കുക. ഊട്ടുമേശയിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക. എന്തിനാ ഇന്ന് പള്ളികളിൽ പോലും വിശുദ്ധ കുർബാനയുടെ ഇടയിൽ പോലും മൊബൈൽ ഉപയോഗിക്കുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. മൊബൈൽ ഫോണിൽ ഒത്തിക്കൊണ്ട് പല കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദൈവത്തിൻ്റെ വചനമായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് നൽകപ്പെടുന്നത്. പക്ഷേ അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മൊബൈലിൽ വരുന്ന ഓരോ നോട്ടിഫിക്കേഷനും എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് നോക്കി സമയം കളയുന്ന ഒത്തിരിയേറെ യുവത്വത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അത് തിരിച്ചറിയുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വന്ന് വലിയ ഉപദേശവുമായിട്ട് ഇറങ്ങിയെന്നൊന്നും ചിന്തിക്കരുത്. പക്ഷേ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായതുകൊണ്ടാണ് നിങ്ങളോട് ഇതുപോലെ സംസാരിക്കാനൊക്കെ ഞാൻ ആഗ്രഹിക്കുക. എന്ന് വെച്ചാൽ ഒത്തിരിയേറെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയൊന്നും അല്ല, വളരെ ചെറുപ്പമാണ്. കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല എന്നൊക്കെയും ചെറുപ്പക്കാരനായ ഒരു വ്യക്തിയാണ്. അഭാഷിതാബോധം അല്ല കേട്ടോ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ മുതിർന്ന വ്യക്തികളെ പോലെ ഉപദേശിക്കാനുള്ള ആ ഒരു തലത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ കണ്ടറിഞ്ഞ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇതിൽ നിന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് ജീവിതത്തിൽ മാറ്റം വരുത്തി മുന്നോട്ട് പോകാൻ ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുമെങ്കിൽ ഒത്തിരി സന്തോഷവാനാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.